അതായത് ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാക്കി തന്റെ പാർട്ടിയിൽപ്പെട്ട ഉണ്ണാക്കന്മാർക്ക് കയറിയിരുന്ന് വെട്ടിവീഴാൻ ക്ഷേമനിധി ബോർഡുകളെ ഉപയോഗിക്കുകയാണ്. ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഇതൊക്കെ ഇവരുടെ ആളുകളാണ്. തൊഴിലാളികൾക്ക് എന്ത് കിട്ടണേ? തൊഴിലാളികൾക്കൊന്നും കിട്ടില്ല. ബോർഡിൽ തൊഴിലാളികൾ അടയ്ക്കുന്ന ഫണ്ട് അവിടെ എത്തുന്നില്ലേ? എത്തുന്നുണ്ട്. അവിടുത്തെ പണം എവിടേക്കാ പോണേ? സർക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന്റെ കണക്കുകളാണ് നേരത്തെ സൂചിപ്പിച്ച്. എന്ന് പറഞ്ഞാൽ കുറുക്കൻ കോഴികളുടെ ക്ഷേമത്തിന് ഫാം നടത്തുന്നത് പോലെയാണ് ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലും നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ത്യയിലും തൊഴിലാളികൾക്കെതിരെ, പണിയെടുക്കുന്നവർക്കെതിരെ എല്ലാവിധ കരിനിയമങ്ങളും ഉണ്ടാക്കി പ്രയോഗിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരം പ്രക്ഷോഭം ഉയർന്നു വരണമെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അറിഞ്ഞോ അറിയാതെയോ വഴിതെറ്റി വരിയിൽ നിൽക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്ന പണി കൂടി നമ്മൾ തൊഴിലാളി പ്രവർത്തകർ, അതിൻ്റെ നേതാക്കന്മാർ നിർവഹിക്കപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ധർണ നടത്തുമ്പോൾ